പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് മൊത്തത്തിൽ ഭൂരിപക്ഷം കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ പല സീനിയർ നേതാക്കന്മാരും മേയറൊക്കെ ആവാനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. എന്നാൽ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് വെറും 21 വയസ്സ് മാത്രം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വനിത എന്ന് പോലും പറയാൻ പറയില്ല, പെൺകുട്ടിയെ അന്ന് CPM അവിടെ മേയറാക്കുകയായിരുന്നു. അവർ SFIയിൽ കൂടെയൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരു പെൺകുട്ടിയായിരുന്നു. കഷ്ടിച്ച് 21 വയസ്സാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവർ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ഏതോ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മൂട്ടടയാണോ അല്ലെങ്കിൽ കുളകുറോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവർ ജയിച്ചു. അവരെ CPM മേയറാക്കാൻ തീരുമാനിച്ചത് വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് ഇടവരുത്തിയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ അന്ന് ഉയർന്നു വന്നു. വലിയ ആവേശം യുവാക്കന്മാരിലും യുവതികളിലുമൊക്കെ അത് ഉണ്ടാക്കി. ആ പെൺകുട്ടി വന്ന് മേയറായി സ്ഥാനമേറ്റു. CPM ഏറ്റവും കൂടുതൽ ആ തെരഞ്ഞെടുപ്പിൽ ആഘോഷിച്ച ഒരു സ്ഥാനാരോഹണമായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ സ്ഥാനാരോഹണം. ആ സ്ഥാനത്തേക്ക് അവർ വന്നു. 5 വർഷം അവർ മേയറായിട്ടിരുന്നു. മേയറായി ഇരുന്ന് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. അതിൻ്റെ ഇടയിൽ അവർ എനിക്കൊന്ന് സച്ചിൻ ദേവ് എന്നും പറഞ്ഞിട്ടാണ് തോന്നി, CPMൻ്റെ ഒരു MLA, അവർ പേരെനിക്ക് കൃത്യമായിട്ടറിയില്ല, അവരൊരു CPMൻ്റെ ഒരു MLA അവർ വിവാഹം ചെയ്തു. 5 വർഷം അവർ MLA ആയി അവിടെ ഇരുന്നു. 5 വർഷം അവർ മേയറായിട്ട് അവിടെ ഇരുന്നു. അവസാനം മേയർ സ്ഥാനത്തു നിന്ന് അവർ ഇറങ്ങി. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റു. BJP അധികാരത്തിൽ വന്നു. 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ അവർക്ക് നിയമസഭയിലേക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഉള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. അവർ പോയി, BJP അധികാരത്തിൽ. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ ഏതോ ഒരു ചാനലിൽ അവർ CPMൻ്റെ നിയമത്താണെന്ന് തോന്നുന്നു പ്രചരണ വേദിയുടെ ഒരു ഭാഗത്ത് അവർ അവരുടെ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ദൃശ്യം ഏതോ ഒരു TV ചാനലിൽ ഞാൻ കാണുകയുണ്ടായി. അതായത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രം ഒരർത്ഥത്തിൽ ഹൃദയഭേദകമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആരാധ്യയായ മേയറായിരുന്ന, സർവ അധികാരത്തോടു കൂടിയും 5 വർഷം വാണരുളിയ ആര്യ രാജേന്ദ്രൻ ആരാലും അറിയാതെ മൂലയിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഹൃദയഭേദകമാകാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്തുക്കളെ, നമ്മളിനി പുറമെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവർ വന്നു, ഇവർ മേയറായി, പിന്നെ എന്താ നമ്മൾ കണ്ടത്? പിന്നെ എത്രയോ വിവാദങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മൾ കണ്ടു. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ തർക്കത്തിലൊക്കെ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് ഈ ആര്യ രാജേന്ദ്രനായിരുന്നു. 5 വർഷം അവർ ഭരിച്ചു. അവർ അഹങ്കാരത്തിൻ്റെയും താൻ പ്രമാണത്തിൻ്റെയും ആൾരൂപമാണെന്നുള്ള നിലയിൽ വലിയ വിമർശനങ്ങൾ വന്നു. അവർ പാർട്ടിയുടെ ചട്ടുകമാണ് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ വന്നു. പാർട്ടി എഴുതി കൊടുത്ത എന്തോ കുറിപ്പടി വെച്ചിട്ട് കുറേ പേർക്ക് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വന്നു. ആ യദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിൻ്റെ ഡ്രൈവറെ ഇവരും ഇവരുടെ ഭർത്താവ് MLAയും കൂടെ ചെന്ന് പരസ്യമായി വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ 5 വർഷക്കാലം ഒട്ടനവധി വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഇവർ മേയറായപ്പോഴത്തേക്കും മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിനോടൊക്കെയുള്ള സമീപനം എന്തായിരുന്നു? ഹൂ കെയർസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സമീപനമായിരുന്നു. എന്നുവെച്ചാൽ അവരൊരു അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിരുന്നു. അവർക്കിതൊന്നും ബാധകമല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരെവിടെയൊക്കെയോ പോയി, തിരുവനന്തപുരം കോർപ്പറേഷന് പോയി, വിദേശത്ത് പോയി അവാർഡ് വാങ്ങി.
കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് വന്നു. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയുടെയും കെടുകാര്യസ്ഥരെയും കൂത്തരങ്ങായിരുന്നു എന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. അവർ ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ ഒരാൾരൂപമാണെന്നുള്ളതിനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത് 2025 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രചരണ പരിപാടിക്ക് അവർ പങ്കെടുക്കാൻ വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കല്ല, എൻ്റെ വീടിൻ്റെ അടുത്തൊരു അംഗനവാടിയുടെ ഉദ്ഘാടനത്തിന് അവർ വന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആ ഉദ്ഘാടന പരിപാടിയിൽ ഞാനും പോയി പങ്കെടുക്കുകയുണ്ടായി. ആ യോഗത്തിൽ അവർ നടത്തിയ പ്രസംഗം മുഴുവൻ ഭംഗ്യന്തരേണ എനിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു. ഭംഗ്യന്തരേണ, നേരിട്ടല്ല. കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുന്നവർ കാണുന്നുണ്ടല്ലോ. ഒരുപാട് ശതകോടികളുടെ വികസനം ഇവിടെ നടന്നു, പക്ഷേ ചില ദുഷ്ടശക്തികൾ ഒരു വികസനവും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. CPM അനാവശ്യമായി വിമർശിക്കുന്ന പല ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ മുന്നിലിരുത്തിക്കൊണ്ട് അവർ ഭംഗ്യന്തരേണ എന്നോടുള്ള കലിപ്പ് അവർ തീർത്ത ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2025 നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ആര്യ രാജേന്ദ്രൻ്റെ ഈ അഹങ്കാരവും താൻ പ്രമാണിത്വവും അവരുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി ഭരണവുമായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 2025 തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ തവണ അവരെ മത്സരരംഗത്ത് CPM ഇറക്കാതിരുന്നത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും അവരുടെ 5 വർഷത്തെ ഭരണം കോർപ്പറേഷൻ്റെ ഭരണം CPM നിന്ന് നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്നങ്ങ് അവർ അപ്രത്യക്ഷയാകുകയാണ് ചെയ്തത്. അവർ വന്നപ്പോഴുള്ള ആഹ്ലാദം, അർമാദം, ആനന്ദ നൃത്തം നമ്മൾ ഓർത്തോണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരി മേയർ എന്ന് പറഞ്ഞു വന്ന ഈ വനിത 5 വർഷം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അധികാരത്തിലിരുന്നപ്പോൾ അഹങ്കാരത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും ആൾരൂപമായിരുന്നു ഈ വനിത എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ ആരെയും പരിഗണിക്കാതെ, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാതെ, അഹങ്കാരത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും ആൾരൂപമായി മാറുന്ന നേതാക്കന്മാർ അധികാരം പോയാൽ അവരെവിടെയായിരിക്കും എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ആര്യ രാജേന്ദ്രൻ ആരാലും അറിയാതെ ഒരു കൈക്കുഞ്ഞുമായി ആ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഒരു മൂലയിൽ നിന്നത് എന്ന് നമ്മൾ കാണണം. ഇത് ആര്യ രാജേന്ദ്രന് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മെയ് 9 കഴിയുമ്പോൾ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അവസ്ഥയും ഇതിന് തുല്യമായിരിക്കും എന്ന് ഞാൻ പ്രവചനാത്മകമായി ഞാൻ പറയുകയാണ്. ഇപ്പോൾ എല്ലാ അധികാരങ്ങളുടെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള ഒരു ഏകാധിപതിയെപ്പോലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അധികാരപ്രമത്തതയിൽ ഈ അർമാദിക്കുന്ന പിണറായി വിജയനും അധികാരം പോയി കഴിയുമ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയിൽ ചെന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കേരളീയർ, നമ്മൾ മലയാളികൾ കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല. ആര്യ രാജേന്ദ്രൻ ഈ മൂലയ്ക്ക് ആരാലും അറിയാതെ കൈക്കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് പിണറായി വിജയനാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.